നമുക്കെല്ലാവർക്കും അറിയാം, കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ തുടങ്ങാനാണ് ഏറ്റവും വലിയ മടി, അല്ലേ? ആ ഒരു കാത്തിരിപ്പ്. അതെന്തുകൊണ്ടാണ് ഇത്ര അപകടം പിടിച്ചത്? എങ്ങനെ നമുക്കിതിനെ മറികടക്കാം? വാ, നമുക്കൊന്ന് നോക്കാം. ഒരു സത്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഓരോ കാര്യമുണ്ടല്ലോ, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ജീവിതം, അത് കെട്ടിപ്പടുക്കാൻ മറ്റൊരാൾ ഇന്ന് പണിയെടുക്കുന്നുണ്ട്. അവർ ഒരു നിമിഷം പോലും കാത്തിരിക്കുന്നില്ല. അപ്പോ ഈ ചോദ്യം നേരെ നിങ്ങളോടാണ്. സത്യത്തിൽ എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? എന്തിനാണിങ്ങനെ കാത്തിരിക്കുന്നത്? ഭയമാണോ? അതോ ശരിയായ സമയം വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണോ? നമ്മളെല്ലാവരും നമ്മളോട് തന്നെ പറയുന്നൊരു വലിയ നുണയുണ്ട്: നാളെ ചെയ്യാം എന്നുള്ളത്. ആ ഒരൊറ്റ വാക്ക്, ആ കാത്തിരിപ്പ് എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു ആശയം എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്കിക്കേ. ഓരോ തവണയും നിങ്ങളൊരു കാര്യം നാളെ ആകട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുകയാണ്. കാരണം സമയം അത്രയ്ക്കും വിലപ്പെട്ടതാണ്. പോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരികെ കിട്ടില്ല, അല്ലേ? അപ്പോൾ വെറുതെ ഇരുന്ന് കളയുന്ന ഓരോ നിമിഷത്തിനും ഒരു വില കൊടുക്കേണ്ടി വരും. ആ നഷ്ടം അത് പിന്നെ നികത്താനേ പറ്റില്ല. ഇതൊന്ന് നോക്കൂ, വളരെ ക്ലിയർ അല്ലേ? ഒരു വശത്ത് വെറുതെ കാത്തിരിക്കുന്നത്, അതിന്റെ ഫലമെന്താ? നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഖേദം. മറുവശത്ത് ഇന്ന് തന്നെ പ്രവർത്തിക്കുന്നത്, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പോൾ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. മുന്നോട്ടുള്ള വഴി ഒന്നേയുള്ളൂ: കഠിനമായ പരിശ്രമത്തെ, അതായത് ദ ഗ്രൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കുക. എന്താണ് ഈ ഗ്രൈൻഡ് അല്ലെങ്കിൽ കഠിനമായ പരിശ്രമം എന്ന് പറഞ്ഞാൽ? അത് വെറുതെ ഒരുപാട് നേരം പണിയെടുക്കുന്നതല്ല, അല്ലയല്ല. മറിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക. അതാണ് സംഭവം. അതിന് സ്ഥിരോത്സാഹം വേണം, ത്യാഗം വേണം, പിന്നെ നല്ലൊരു മൈൻഡ് സെറ്റും വേണം. അപ്പോ ഈ ആശയത്തെ നമുക്ക് സിമ്പിളായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് അച്ചടക്കം, ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്യുക. രണ്ടാമത്തത് ത്യാഗം, അതായത് അസാധാരണമായത് നേടണമെങ്കിൽ സാധാരണമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും. മൂന്നാമത്തത് സ്ഥിരോത്സാഹം, റിസൾട്ടൊന്നും കാണുന്നില്ലെങ്കിലും പിന്മാറാതെ എല്ലാ ദിവസവും മുന്നോട്ടു പോവുക. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്നത്. നമ്മളിൽ പലരും മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കും, അല്ലേ? പക്ഷെ മോട്ടിവേഷൻ ഒരു കാറ്റ് പോലെയാണ്. ഇപ്പൊ വരും, ഇപ്പൊ പോകും. അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ അച്ചടക്കം അങ്ങനെയല്ല. അതൊരു പാറ പോലെ ഉറച്ചതാണ്. നിങ്ങൾക്ക് ഒരു തരി പോലും മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസവും നിങ്ങളെ മുന്നോട്ട് തങ്ങിക്കൊണ്ടുപോകുന്നത് ഈ അച്ചടക്കമായിരിക്കും. ഈയൊരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോ. കഠിനാധ്വാനത്തെ തോൽപ്പിക്കാൻ ഒന്നിനും പറ്റില്ല. ടാലന്റ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹെഡ് സ്റ്റാർട്ട് തന്നേക്കാം, പക്ഷേ ഫിനിഷിംഗ് ലൈൻ കടക്കണമെങ്കിൽ കഠിനാധ്വാനം തന്നെ വേണം. ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? അത് പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോളിലാണ്. ഇനി നമുക്ക് വിഷയത്തിന്റെ കാതലിലേക്ക് വരാം. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് പുറത്തുള്ള ലോകത്തോടല്ല, അത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതിന് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ കാണുന്നുണ്ട്. യഥാർത്ഥ തടസ്സം പുറത്തുള്ള സാഹചര്യങ്ങളോ ആളുകളോ ഒന്നുമല്ല. അത് നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന ഒഴികഴിവുകളാണ്. നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്ന പേടിയാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളുടെ തന്നെ ശീലങ്ങളാണ്. അതാണ് ശരിക്കുള്ള യുദ്ധക്കളം. നോക്കൂ, നമ്മുടെയെല്ലാം ഉള്ളിൽ ഈ രണ്ട് പേരുണ്ട്. ഒന്ന്, ദുർബലനായ ഞാൻ, എപ്പോഴും ഒഴികഴിവുകൾ പറയും, എളുപ്പ വഴികൾ നോക്കും. രണ്ട്, ശക്തനായ ഞാൻ, അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ബുദ്ധിമുട്ടുകളെ നേരിടും. ഒരാൾ പരാജയത്തെ പേടിക്കുമ്പോൾ മറ്റേയാൾ അതിൽ നിന്ന് പഠിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ഇന്ന് ഇവരിൽ ആരെയാണ് നിങ്ങൾ ജയിപ്പിക്കാൻ പോകുന്നത്? അച്ചടക്കത്തിന് ഒരു വേദനയുണ്ട്. രാവിലെ എഴുന്നേൽക്കാനും വർക്ക് ചെയ്യാനുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ വേദന കുറച്ചു കാലത്തേക്കേ ഉണ്ടാവൂ, താൽക്കാലികമാണ്. എന്നാൽ ഒന്നും ചെയ്യാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ തോന്നുന്ന ഖേദമുണ്ടല്ലോ, അതിന്റെ വേദന, അത് ജീവിതകാലം മുഴുവനുണ്ടാകും. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ഏത് വേദനയാണ് നിങ്ങൾക്ക് വേണ്ടത്? കുറച്ചുകാലം നീണ്ടു നിൽക്കുന്ന അച്ചടക്കത്തിന്റെ വേദനയോ, അതോ ജീവിതകാലം മുഴുവൻ നീളുന്ന ഖേദത്തിന്റെ വേദനയോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മഹത്വത്തിന് അല്ലെങ്കിൽ വലിയ വിജയത്തിന് ഒരു വില കൊടുക്കണം. അത് വെറുതെ കിട്ടില്ല. അസാധാരണമായ റിസൾട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അസാധാരണമായ ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ വില? ചിലപ്പോൾ അത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും, അല്ലെങ്കിൽ അതിരാവിലെയുള്ള എഴുന്നേൽക്കലായിരിക്കും. നിങ്ങളുടെ കംഫർട്ട് സോൺ ഉപേക്ഷിക്കേണ്ടി വരും. കൂട്ടുകാരുടെ കൂടെയുള്ള കറക്കമൊക്കെ ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക പോലുമില്ല. ഇതെല്ലാമാണ് അതിന്റെ വില. പലരും പേടിക്കുന്ന ഒന്നാണ് പരാജയം. പക്ഷേ നമ്മളതിനെ കാണുന്ന രീതി തന്നെ മാറ്റണം. പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ എതിർവശമല്ല, അല്ല.
അത് വിജയത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. ഓരോ തവണ തോൽക്കുമ്പോഴും നമ്മൾ പുതിയൊരു പാഠം പഠിക്കുകയാണ്. അപ്പോ അവസാനമൊരു ചോദ്യം വരും. എന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ? ഈ കഠിനാധ്വാനം എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഒന്നേയുള്ളൂ. നിങ്ങൾ ഈ ലോകത്ത് എന്ത് ബാക്കി വെച്ചിട്ട് പോകും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. നിങ്ങളില്ലാതാകുമ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? എങ്ങനെ ഓർക്കണമെന്നാണ്? അതൊരു ഒഴികഴിവുകളുടെ കഥയായിരിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ഒരു നഷ്ടബോധത്തിന്റെ കഥയായിരിക്കുമോ? അതോ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞ ഒരുപാട് പേർക്ക് പ്രചോദനമായ ഒരു വിജയഗാഥയായിരിക്കുമോ? കഥ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്നോർക്കുക, സമയം ആർക്കു വേണ്ടിയും കാത്തുനിൽക്കില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ക്ലോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്?